السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون.
സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിന് അവകാശികളായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരിൽ കണക്കാക്കിക്കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ അടിമകളോട് ചെയ്യുന്ന ഔദാര്യത്തിന് കയ്യും കണക്കുമില്ല. ധാരാളം ഔദാര്യങ്ങളാണ് അവന്റെ ഭാഗത്ത് നിന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേകിച്ചും അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവനെപ്പറ്റി വിശേഷിപ്പിച്ചത് വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം എന്നാണ്. അല്ലാഹു അത്യധികം ഔദാര്യമുള്ളവനാണ്, മഹാനാണവൻ. മഹാനായ അത്യധികം ഔദാര്യമുൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫളുകൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു എന്ന് അല്ലാഹു അവനെ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മങ്ങളിലൂടെ ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മക്ക് അല്ലാഹു അതിന് ഒരു നന്മയുടെ പ്രതിഫലമല്ല, ധാരാളക്കണക്കിന് പ്രതിഫലം നൽകിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ഉദാരമായ ഔദാര്യം അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. നിശ്ചയം അല്ലാഹു ഒരണുത്തൂക്കം പോലും അനീതി കാണിക്കുകയില്ല. അല്ലാഹു അവന്റെ അടിമകളോട് അണുത്തൂക്കം പോലും അനീതി കാണിക്കുന്നതല്ല. കോടാനുകോടി വരുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി സൽക്കർമ്മങ്ങൾ, ആ കർമ്മങ്ങളൊക്കെ പരലോകത്ത് വിചാരണക്കെടുക്കുമ്പോൾ അതിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ടല്ലോ എന്ന ആധിയും ബേജാറുമൊന്നും ആർക്കും ഉണ്ടാവേണ്ടതില്ല. അല്ലാഹു എല്ലാം നന്നായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അടിമകളോട് ഒരണുത്തൂക്കം പോലും അല്ലാഹു അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. ചെയ്യാത്ത ഒന്ന് ഒരാളുടെയും പേരിൽ അവൻ വെച്ചുകെട്ടുകയില്ല. ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നന്മയുണ്ടോ, അത് അണുത്തൂക്കമാണെങ്കിൽ പോലും അതവന് കാണാവുന്ന നിലക്കത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും, ഒന്നും നഷ്ടമാവുകയില്ല. നന്മ ഒരാളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അവൻ ഇരട്ടിയായിക്കൊണ്ടവൻ തിരിച്ചു നൽകുന്നതാണ്. അവന്റെ വക്കൽ നിന്ന് അവൻ കൊടുക്കുകയും ചെയ്യും. അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. മഹാനായ സഹാബിയായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇദാ ഖാലല്ലാഹു അജ്റൻ അളീമ, വലിയ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം എന്ന് അല്ലാഹു പറയുമ്പോ ഫമനില്ലദീ യുഖദ്ദിറു ഖദ്റഹു, അതിന്റെ അളവും അതിന്റെ തോതുമൊക്കെ കണക്കാക്കാൻ ആരെക്കൊണ്ടാണ് സാധിക്കുക? അല്ലാഹു പറഞ്ഞത് അജ്റൻ അളീമ എന്നാണ്, വമ്പിച്ച പ്രതിഫലം, വലിയ പ്രതിഫലം. അത് ആർക്ക് കണക്കാക്കാൻ സാധിക്കുമെന്ന, അതിന് എണ്ണവും കണക്കൊന്നും പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിശദീകരണമായി വന്നത് തഫ്സീറുൽ ഖുർത്തുബിയിൽ എടുത്ത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്, അവൻ ഒരു നന്മ ചെയ്താൽ അതിന് ധാരാളമാണ് പ്രതിഫലം, ഒരു തിന്മക്കോ തത്തുല്യമായ പ്രതിഫലം മാത്രം. അല്ലാഹു മനുഷ്യനിങ്ങനെ തിന്മ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ധാരാളക്കണക്കിന് ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല. അല്ലാഹു തആല പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. ആരെങ്കിലും ഒരു ഹസനത്ത് കൊണ്ടുവന്നാൽ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു അവനുണ്ടാകും അശ്റു അംസാലിഹാ, അതിന്റെ 10 അതിന്റെ 10 ഇരട്ടികളായി കൊണ്ടവന് തിരിച്ചു കൊടുക്കും. ഒരു നന്മക്ക് 10 മുതൽക്കാണ് പ്രതിഫലം കൊടുക്കുന്നത് തന്നെ.
700 അതിലപ്പുറവുമായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. അതേ അവസരത്തിൽ ആരെങ്കിലും ഒരു തിന്മ കൊണ്ടുവന്നാൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, അതിന്റെ തുല്യമായ പ്രതിഫലമല്ലാതെ നൽകപ്പെടുകയില്ല. വഹും ലാ യുദ്ലമൂൻ, അവർ ഒരിക്കലും ആക്രമിക്കപ്പെടുന്നതുമല്ല. ഇവിടെ അല്ലാഹ് പറയുന്നത് ഒരു നന്മക്ക് അല്ലാഹ് പ്രതിഫലം രേഖപ്പെടുത്തുന്നത് തന്നെ 10 മുതൽക്കുള്ള അതിന്റെ ഗുണിതങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അതേ അവസരത്തിൽ ഒരു തിന്മക്ക് 10 തിന്മയുടെ പ്രതിഫലം രേഖപ്പെടുത്തുന്നില്ല, അപ്പുറവും ഇരട്ടിയാക്കുന്നില്ല. മറിച്ച് ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മയുടെ പ്രതിഫലം മാത്രം. ഒരു നന്മക്കോ 10 മുതൽക്കാണ് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് തന്നെ. അത് തന്നെ ചെയ്തവന്റെ ഇഖ്ലാസ് അനുസരിച്ച്, ചെയ്തവന്റെ ആ മാനസികമായ തഖ്വയനുസരിച്ചുകൊണ്ട് അത് 700 ഇരട്ടിയും അതിലും അപ്പുറമൊക്കെ ആക്കി തീർക്കുന്നു. അപ്പൊ മനുഷ്യനോട് അള്ളാഹു ചെയ്യുന്ന ഫളാണ് പറയുന്നത്. അല്ലാഹു ദുൽ ഫളിൽ അളീം, അള്ളാഹു വലിയ വമ്പിച്ച ഔദാര്യമാണ് സമൂഹത്തിന്, മനുഷ്യന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം എന്താണ് ചെയ്യേണ്ടത്? ഹസനത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. നിസ്സാരമായി ഒരു കർമ്മത്തെയും നമ്മുടെ കണക്കിൽ നിസ്സാരമായി തോന്നിയേക്കാവുന്ന പല കാര്യങ്ങളുണ്ട്, അതൊന്നും ഒഴിവാക്കരുത്. കാരണം പ്രതിഫലത്തിന്റെ കാര്യം നോക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ അതൊക്കെ വമ്പിച്ച കർമ്മങ്ങളായിട്ടാണ് മാറുന്നത്. ഉദാഹരണങ്ങൾ നിരവധിയാണ്. നാം ചൊല്ലുന്ന സുബ്ഹാനല്ലാഹുകൾ, നമ്മുടെ തഹ്മീദുകൾ, അതുപോലെ തന്നെ നമ്മുടെ തഅലീമുകൾ, ഇവയൊക്കെ മീസാനിൽ നാം കണക്കാക്കുന്നതിനേക്കാളും അപ്പുറമാണ് അതിന്റെ വെയിറ്റ് ഉള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇവിടെ തസ്ബീഹ് വന്നു, തഹ്മീദ് വന്നു, തഅലീം വന്നു, അല്ലാഹുവിനെ വാഴ്ത്തൽ വന്നു, പുകഴ്ത്തൽ വന്നു, സ്തുതിക്കൽ വന്നു, മഹത്വപ്പെടുത്തൽ വന്നു. കലിമത്താനി, 2 കലിമത്തുകൾ, ഖഫീഫത്താനി അലൽ ലിസാനി, അത് നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, ലഘുവാണ് നാവുകൊണ്ട് പറയാൻ. സഖീലത്താനി ഫിൽ മീസാൻ, സൽക്കർമ്മങ്ങൾക്ക് കനം തൂങ്ങുന്ന തുലാസിൽ അതിന് വലിയ വെയിറ്റാണുള്ളത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണികന് ഏറെ ഇഷ്ടമുള്ള 2 കലിമത്തുകൾ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. പക്ഷെ ഒന്ന് നാവ് കൊണ്ട് ഇതൊന്ന് മൊഴിയാനും പറയാനും ഒന്നും നമുക്ക് മനസ്സ് വരാറില്ല. സമയം എത്ര കിട്ടിയാലും അതൊന്ന് ഉച്ചരിക്കാൻ മനസ്സ് വരാറില്ല. ഇത്രത്തോളം 3 പ്രതിഫലങ്ങളാ പറഞ്ഞത്. നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും സിമ്പിളായി പറയാം. മീസാനിൽ വല്ലാത്ത വെയിറ്റ് അതിനുണ്ട്, വല്ലാത്ത കനം തൂങ്ങുമത്. റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിഫലം പിന്നെ എണ്ണവും കണക്കും ഉണ്ടാകുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ധാരാളം പ്രാവശ്യം ജീവിതത്തിൽ നിരന്തരമായി പറയുക. ആ ഒരു തസ്ബീഹിലൂടെ, തഹ്മീദിലൂടെ, തഅലീമിലൂടെ വലിയ പ്രതിഫലമാണ് നമ്മുടെ മീസാനിൽ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നിസ്സാരമായി കാണുന്നു, അശ്രദ്ധ കൊണ്ട് വലിയ നന്മകൾ നഷ്ടപ്പെടുത്തുന്ന മേഖലയാണ് ബാങ്ക് വിളി കേൾക്കുന്ന അവസരത്തിൽ മുഅദ്ദിൻ എന്താണോ പറയുന്നതെങ്കിൽ അതേപോലെ തന്നെ പറയുകയും ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ, ആ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നു. ആ നിലക്ക് വലിയ പ്രതിഫലം ബാങ്ക് കേട്ടിട്ടതിന് ഇജാബത്ത് ചെയ്യുന്നതിനുണ്ട്. ആ കൂട്ടത്തിൽ പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന, അതേ മുഅദ്ദിൻ ഇങ്ങനെ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിങ്ങനെ പറയുമ്പോ വ അന അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ്യാ എന്നാരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ബാങ്ക് വിളി കേൾക്കുമ്പോ അതുപോലെ പറഞ്ഞ്, ഷഹാദത്തുകൾ പറയുമ്പോ അതേപോലെ തന്നെ ഏറ്റുപറഞ്ഞ്, റദീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ
ഗുഫിറ ലഹു ദൻബുഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നാണ്. ഇതൊക്കെ നമ്മൾ അവഗണിക്കുന്ന, അതാ ഞാൻ നേരത്തെ പറഞ്ഞ നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ പോലും നഷ്ടപ്പെടുത്തരുത്. അതൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നുകയാണ്. ഫഹുവ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അതിനൊക്കെ വലിയ പ്രതിഫലമാണുള്ളത്. പ്രതിഫലം നോക്കുകയാണെങ്കിൽ നിസ്സാരമായ ഒരു സൽക്കർമ്മമില്ല. നമ്മൾ കണക്കൂട്ടുകയാണ് നിസ്സാരാണ്, ചെറുതാണ്, ശാഖാപരമാണ് എന്നൊക്കെ നമ്മൾ പറയുകയാണ്. അള്ളാന്റെ അടുക്കലുള്ള പ്രതിഫലം വെച്ച് നോക്കുമ്പോ നിസ്സാരവൽക്കരിക്കേണ്ടുന്ന ഒരു സൽക്കർമ്മങ്ങളുമില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. 2 റക്അത്ത് നിസ്കാരത്തിന്റെ മഹത്വം, ആരുടെ അടുക്കലെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ ദോഷം സംഭവിച്ചു, ഒരു പാപം ഒരു മനുഷ്യനിൽ സംഭവിച്ചു, അങ്ങനെ അവൻ മാമിൻ റജുലിൻ യുദ്നിബു ദൻബൻ, ഒരു പാപം മനുഷ്യനിൽ വന്നുപോയി, ഫയതവല്ലഉ ഫയുഹ്സിനുൽ വുദൂ, അവൻ നന്നായി വുദൂ ചെയ്തു, സുമ്മ യുസല്ലി റക്അത്തൈനി, പിന്നീട് അവൻ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, ഫയസ്തഗ്ഫിറുല്ലാഹ അസ്സ വജല്ല ഇല്ലാ ഗുഫിറ ലഹു, അല്ലാഹുവേ പുറത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് ആ നിസ്കാരാനന്തരം അവൻ ദുആ ചെയ്യുകയും ചെയ്താൽ അവന്റെ പാപം പൊറുക്കപ്പെട്ടതു തന്നെ, അത് പൊറുക്കാതെ പോകൂല. അപ്പൊ ഒരു 2 റക്അത്ത് സൽക്കർമ്മം, 2 റക്അത്ത് നിസ്കാരം പാപം പൊറുപ്പിക്കുന്നു. എന്തൊക്കെ എണ്ണി? ദിക്റിന്റെ മഹത്വം പറഞ്ഞു, ബാങ്കിന് ഇജാബത്ത് പറയുന്നതിന്റെ പുണ്യം പറഞ്ഞു, ഉളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു. ഇനിതാ ഇന്നത്തെ ഈ ദിവസം, ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ സംഗമിച്ച ഈ ദിവസം, ജുമുഅ ദിനത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഇഗ്തസല, ആരെങ്കിലും കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി, സുമ്മാത്തൽ ജുമുഅ, പിന്നീട് അവൻ ജുമുഅക്ക് വന്നു, ഫസല്ലാ മാ ഖുദ്ദിറ ലഹു, അവന് കണക്കാക്കപ്പെട്ടവൻ നമസ്കരിച്ചു, സുമ്മ അൻസത, പിന്നീട് അവൻ മിണ്ടാതിരുന്നു, മൗനം പാലിച്ചു, ശ്രദ്ധ എവിടെയും പോകാതെ സാഗൂതം അവൻ ഖതീബിനെ ശ്രവിച്ചു, ഹത്തായ ഫുർഗ മിൻ ഖുത്ബതിഹി, ഖുത്ബയിൽ നിന്ന് വിരമിക്കുവോളം മറ്റൊരിടത്തേക്ക് അവന്റെ ഖൽബും കണ്ണും കാതും കൊടുക്കാതെ ശ്രദ്ധയോടെ ഇരുന്ന്, സുമ്മ യുസല്ലി മഅഹു, പിന്നീട് ആ ഖതീബിന്റെ കൂടെ, ഇമാമിന്റെ കൂടെ അവൻ നമസ്കരിക്കുകയും ചെയ്താൽ, ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ, കഴിഞ്ഞ ഒരു ജുമുഅ, വരാൻ പോകുന്ന ഒരു ജുമുഅ, ഇതിന്റെ ഇടയിലുള്ള 7 ദിവസത്തെ പാപം പൊറുക്കപ്പെടുകയായി. തീർന്നില്ല, വഫളു സലാസതി അയ്യാം, 3 ദിവസം പ്രത്യേകം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഔദാര്യമായിട്ട് വേറെയും 10 ദിന പാപം പൊറുപ്പിക്കാൻ പര്യാപ്തമാണ് ഒരു ദിവസത്തെ ജുമുഅ സംഗമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്രത്തോളം വലിയ ഫളിലാണ് അല്ലാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം കാര്യം ചെയ്താൽ ധാരാളം പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം അല്ലാഹു തആല പറയുന്നു. അപ്പൊ അതങ്ങനെ. ഇനി ഇമാമിന്റെ കൂടെ ഒന്നിച്ച് ആമീൻ പറയുമ്പോഴോ, ഇമാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ നിങ്ങളും കൂടെ തന്നെ ആമീൻ പറയാൻ ശ്രദ്ധിക്കണം. മലക്കുകളുടെ ആമീനും നിങ്ങളുടെ ആമീനും ഇമാമുമായിട്ടും ഒക്കെ യോജിച്ചു വന്നാൽ അതേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. സ്കാരത്തിലെ ദിക്റുകളും ദുആകളും ഒക്കെ എങ്ങനെ നിർവഹിക്കണം എന്നതിലുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും അതിലുള്ള മനസ്സിന്റെ ഏകാഗ്രതയുമൊക്കെ നമ്മുടെ പാപം പൊറുക്കാൻ ഏറ്റവും പര്യാപ്തമായി മാറുന്നു. അതങ്ങനെ. ഇനി സ്വദഖ ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതസദ്ദഖു അഹദുൻ ബിതംറത്തിൻ മിൻ കസബിൻ തയ്യിബിൻ ഇല്ലാ അഖദഹ അല്ലാഹു ബിയമീനിഹി, നിങ്ങളിൽ ഒരാളും അവന്റെ ഏറ്റവും ശുദ്ധമായ സമ്പത്തിൽ നിന്ന് ഒരു കാരക്കച്ചീളെങ്കിലും ധർമ്മം ചെയ്താൽ, ഒരു കാരക്കയെങ്കിലും തയ്യിബായ സമ്പാദ്യത്തിൽ നിന്ന് ധർമ്മം ചെയ്താൽ, ഇല്ലാ അഖദഹ അല്ലാഹു ബിയമീനിഹി, അല്ലാഹു അവന്റെ വലതുകരം കൊണ്ട് അതവൻ സ്വീകരിക്കും. എന്നിട്ട് ഫയുറബ്ബിഹാ കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു ഔ ഖലൂസഹു, നിങ്ങളിൽ ഒരാൾ ഒരു ചെറിയ കുതിരക്കുട്ടിയെ കിട്ടിയാൽ അതിനെ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ വളർത്തി വലുതാക്കുന്നത് പോലെ അറേബ്യൻ സമൂഹത്തിന്റെ സമ്പത്ത്, കാലിസമ്പത്തിൽ ഏറ്റവും ഉദാത്തമായ വലിയ സമ്പത്തിന്റെ ഉദാഹരണം പറയുമ്പോൾ എപ്പോഴും പറയാ കുതിരയാണ്. കുതിരക്കുട്ടി ആ നിലക്ക് അതിന് വല്ലാത്തൊരു ശ്രദ്ധയോടെയാണ് അതിനെ വളർത്തുക. ഒന്നും അതിന് സംഭവിക്കാതിരിക്കാനുള്ള വളരെ പരിചരണവും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുത്തുകൊണ്ട് വളർത്തി വലുതാക്കാനുള്ളത് വലിയൊരു സമ്പത്തായിട്ടാണത് എണ്ണപ്പെടുന്നത്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യത്തെ അല്ലാഹു സ്വീകരിച്ച് നിങ്ങളുടെ സദഖയെ അതെത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടോ, നല്ല മുതലിൽ നിന്നാണോ, അതേ അല്ലാഹു നോക്കുന്നത്. എത്രയാണ് അളവ് എന്നതല്ല, അത് സ്വീകരിച്ച് അത് വളരെ വളർത്തി വലുതാക്കി ഹത്താ തകൂന മിസ്ലൽ ജബൽ,
പർവ്വതത്തോളമാക്കി അതിനെ ഉയർത്തും, അതിനേക്കാളും വലുതാക്കും നമ്മൾ ചെയ്യുന്ന സദഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ ഒരു കാരക്ക ധർമ്മം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം, അല്ലെങ്കിൽ ഒരു അല്പം ധർമ്മം ചെയ്യുക, ഇതിനൊക്കെ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നുണ്ട്. അല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. ഇനിയും നോക്കൂ, വഴിതടസ്സം നീക്കുന്നതിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കാന അല ത്വരീഖി ഗുസ്നു ശജറത്തിൻ യുഅ്ദി الناس فأماطها رجل فأدخل الجنة റവാഹു ഇബ്നു മാജ റഹിമഹുല്ലാഹ്. വഴിയിൽ തൂങ്ങി നിൽക്കുന്ന ഒരു മുൾപടർപ്പുണ്ടായിരുന്നു. ഒരാൾ നടന്നു പോകുമ്പോ ആളുകൾക്ക് തടസ്സമുണ്ടാക്കിയിരുന്ന ഒരു മരത്തിന്റെ കൊമ്പ് ജനങ്ങളുടെ തലയിലും ശരീരത്തിലുമൊക്കെ തട്ടുന്ന ഒരു കൊമ്പ് വഴിയിലേക്ക് തൂങ്ങി നിൽക്കുന്നത് ഒരു മനുഷ്യന്റെ കാഴ്ചയിൽപ്പെട്ടപ്പോൾ അയാളുടെ ബോഡിയിൽ കൊള്ളാതെ അയാളങ്ങ് മാറിപ്പോവുകയല്ല ചെയ്തത്, തന്റെ ശരീരത്തിൽ പെടാതെ താൻ നോക്കട്ടെ എന്ന് മാത്രം ശ്രദ്ധിക്കുകയല്ല ചെയ്തത്. അയാളത് ഇനി വരുന്ന ആളുകൾക്കാർക്കും ഇതുകൊണ്ട് ശല്യമുണ്ടാകരുതെന്ന നിലക്ക് അതങ്ങ് മുറിച്ചു മാറ്റിയപ്പോൾ അയാൾ സ്വർഗപ്രവേശനത്തിന് അർഹനായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്നതൊന്നും ചെയ്യരുത് എന്ന് അല്ലേ ഇവിടുത്തെ ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞു. ഇന്നത്തെ ദിവസവുമില്ല, ഇന്ന് മുതൽക്ക് ശിക്ഷ ആരംഭിക്കുമെന്ന് പത്രത്തിലൊക്കെ പരസ്യം ചെയ്തിരിക്കുകയാണ്. എന്താ? ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലക്ക് മസ്ജിദുകളിലേക്കുള്ള വഴികളിൽ പാർക്ക് ചെയ്യുന്നു ആളുകൾ. വളരെ സമഗ്രമായ ബോധവൽക്കരണമാണ് പ്രത്യേകം എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ? പലപ്പോഴും ഒരിടത്ത് തീപിടുത്തമുണ്ടായാലോ ഫയർ എഞ്ചിന് പോകാൻ വയ്യ, ആംബുലൻസിന് പോകാൻ വയ്യ, പള്ളികളിലേക്ക് വരുന്ന റോഡുകളിൽ ആളുകൾ അവരുടെ സൗകര്യമോർത്തുകൊണ്ട് കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്ത് പള്ളികളിൽ കയറുമ്പോ, പ്രത്യേകിച്ച് ജുമായുടെയും ജമാഅത്തിന്റെയും ഒക്കെ അവസരങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നു, ഒരുപാട് അപകട സ്ഥലത്തേക്ക് എത്താൻ വൈകുന്നു. അതുകൊണ്ട് കർശനമായ നിയന്ത്രണമാണ് ആ കാര്യത്തിലുള്ളത്. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. 500 ദിർഹം പിഴയുണ്ട്, 4 ബ്ലാക്ക് പോയിന്റ് ആണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരിക്കൽ അങ്ങനെ ചെയ്ത ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചോളൂ. ഇന്ന് മുതൽ അതിന്റെ പണിഷ്മെന്റ് ആരംഭിക്കും എന്ന് കൃത്യമായി തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്താ അതിലൊക്കെ വരുന്നത്? അതിവിടുത്തെ ഗവൺമെന്റിനെ അനുസരിക്കുക എന്നത് മാത്രമല്ല, അള്ളാഹുവിനോട് നമുക്കൊരു കടമയുണ്ട്. എന്ത്? ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. ഒരു കൊമ്പ് ഒരു വഴിയിലേക്ക് തൂങ്ങി നിന്ന് അത് നടന്നു പോകുന്നവർക്ക് ശല്യമുണ്ടാക്കിയപ്പോ അത് മുറിച്ചു മാറ്റിയവർക്ക് സ്വർഗമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണത് കാരണമായി നമുക്ക് അറിയിച്ചു തരുന്നത്? ഇമാത്തത്തുൽ അദാ അനിത് തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കം ചെയ്യുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സംഭവം. ഒരാള് വളരെ ദാഹിച്ചവശനായി വരുന്ന ഒരു നായയെ കണ്ടപ്പോൾ അതിന് വെള്ളം കുടിപ്പിച്ച് ദാഹം തീർത്തപ്പോൾ അല്ലാഹു ആ മനുഷ്യന് നന്ദി ചെയ്തു. ഫഗഫറ ലഹു റഅ കൽബൻ യൽഹസു മിനൽ അത്ഷ് ഫസഖാഹു മാഅൻ ഫശക്കറ അല്ലാഹു ലഹു ഫഗഫറ ലഹു. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ ഈ ആശയത്തിലുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏതൊരു കാര്യം, ഏതൊരു പ്രവർത്തനം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങളെ പോലെ ചെറിയതെന്ന് തോന്നുന്ന കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് ധാരാളക്കണക്കിന് പ്രതിഫലങ്ങളാണ് വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ആ രൂപത്തിൽ ഒരു സൽക്കർമ്മങ്ങളെയും പാഴാക്കാതിരിക്കുവാനുള്ള പ്രത്യേകമായ ശ്രദ്ധ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാവണേ എന്ന് ഉണർത്തുകയാണ്. സൽക്കർമ്മങ്ങളിൽ കൂടുതൽ ആവേശം കാണിക്കുവാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള മനക്കരുത്തും ഈമാനിക ആവേശവും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുദീർഘമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്.
വലൗ അൻ തുഅ്തിയ സിലത്തൽ ഹബൽ, ഒരു കയറിന്റെ കഷ്ണം ഒരാൾക്ക് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരും, അത് നീ കൊടുക്കുമ്പോൾ. ഒരു വാഹനം കെട്ടിവലിക്കാൻ നിന്റെ കയറൊന്ന് വലിച്ചു നീട്ടിക്കൊടുക്കാൻ, അതൊരു വലിയ സൽക്കർമ്മമാണ്. വലൗ അൻ തുഅ്തിയ ശിസ്അൻ നഇൽ, ചെരുപ്പിന്റെ ഒരു വാറ് നീ നൽകുന്നു, നടന്നു പോകുന്നൊരുത്തന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി, അതിനൊരു നന്നാക്കാൻ വേണ്ട ഒരു സഹായം നീ ചെയ്തു കൊടുക്കുന്നത് പോലും. വലൗ അൻ തുഫ്രിഗ മിൻ ദൽവിക ഫീ ഇനാഇൽ മുസ്തസ്ഖി, പാനജലം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന, വെള്ളത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവന്റെ പാത്രത്തിലേക്ക് നിന്റെ ബക്കറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലും നിസ്സാരമായി കാണരുത്. വലൗ അൻ തുനഹിയ ശൈഅ മിൻ തരീഖിൻ നാസി യുദീഹിം, ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ചാര വഴികളിൽ നിന്ന് ഉപദ്രവങ്ങളെ മാറ്റിവെക്കുന്നത് നീ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ ഖാക വവജ്ഹുക ഇലൈഹി മുൻതലിഖുൻ, നീ നിന്റെ സഹോദരനെ പുഞ്ചിരി പൊഴിക്കുന്ന വദനവുമായി മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖാ ഖാക ഫതുസല്ലിമ അലൈഹി, നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടിയിട്ട് നീ സലാം പറയുന്നതിന്റെ മഹത്വം ചെറുതായി കാണരുത്. വലൗ അൻ തുനിസൽ വഹ്ശാന ഫിൽ അർളി, ഭൂമിയിൽ വളരെ ദുഃഖിതനായിരിക്കുന്ന ഒരാൾക്ക് അല്പനേരം നീ കൂട്ടിനിരിക്കുന്നത് നിസ്സാരമായി കാണരുത്. വൈൻ സബ്ബക റജുലുൻ ബിശൈഇൻ യഅലമുഹു ഫീക, ആരെങ്കിലും നിന്നെ ചീത്ത പറഞ്ഞാൽ അയാൾക്കറിയാം നിന്നിൽ ആ ദോഷമുണ്ടെന്ന നിലക്ക്, നിന്നിലുള്ള ഒരു ദോഷത്തെ മനസ്സിലാക്കി അയാളത് ഉപയോഗിച്ച് നിന്നെ ചീത്ത വിളിച്ചാൽ, വഅൻത തഅലമു ഫീഹി നഹ്വഹു, അയാളിലും അതുപോലത്തെ ഒരു ദോഷമുള്ളതായി നീ മനസ്സിലാക്കിയാലും ഫലാ തസുബ്ബഹു, നീ അയാളെ തിരിച്ച് അതേ ദോഷം കൊണ്ട് ചീത്ത പറയരുത്. ഫയകൂന അജ്റുഹു അലൈക, ആ ക്ഷമ നീ പാലിച്ചാൽ നിനക്ക് വമ്പിച്ച പ്രതിഫലമുണ്ടായിരിക്കും. വവിസുറുഹു അലൈക, അതിന്റെ മുഴുവൻ ഭാരങ്ങളും ഇരട്ടിയായിക്കൊണ്ട് ആ മനുഷ്യനായിരിക്കും ഉണ്ടാവുക നീ പറയാതെ വിട്ടുപോയ ആ ഒരു നന്മ, ആ ഒരു തിന്മ അയാളിൽ നിന്ന് നീ മറച്ചു വെക്കുന്നുവെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ ഇപ്പോ മനുഷ്യരിങ്ങനെ നിസ്സാരമായി കാണുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ചെറിയതെന്ന് തോന്നുന്ന ഒന്നും നിസ്സാരമാക്കരുത്. എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മൾ ചൊല്ലുന്നവര് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ആ തൗഹീദിന്റെ വചനത്തിന്റെ വെയിറ്റ് എത്രയാണ്, ആ ഷഹാദത്തിന്റെ വചനത്തിന്റെ തൂക്കം എത്രയാണ്, ഭാരം എത്രയാണ്. അതേ പരലോകത്തെ ജനകോടികളുടെ മുമ്പിൽ അല്ലാഹു ഒരാളെ കൊണ്ടുവരുന്നു. എന്നിട്ട് അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ 99 റിക്കാർഡുകൾ, 99ഓളം ഫയലുകൾ, അതേ അയാളുടെ കൺമുമ്പിൽ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും പരന്നു കിടക്കുന്ന ഫയലുകൾ അയാൾ കണ്ട് ഞെട്ടുകയാണ്. അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കും, തുൻകിറു ശൈഅൻ മിൻ ഹാദാ, ഇതിൽപ്പെട്ട വല്ലതും നിനക്ക് നിഷേധിക്കാനാകുമോ? അളലമക കതബതിയൽ ഹാഫിളൂൻ, റിക്കാർഡാക്കിയിരുന്ന അതേ സൂക്ഷിപ്പുകാരായ എന്റെ മലക്കുകൾ നിന്നോട് അക്രമം കാണിച്ചിട്ടുണ്ടെന്ന് നിനക്ക് വാദമുണ്ടോ? നീ പറയാത്തത് ചെയ്യാത്തത് വല്ലതും നിന്റെ പേരിൽ മലക്കുകൾ എഴുതിയിൽ നിനക്ക് വാദമുണ്ടോ? ഞാൻ നിന്നോട് അക്രമം കാണിച്ചു എന്ന് നിനക്ക് വാദമുണ്ടോ? ഇതിൽ നിന്ന് വല്ലതും നീ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് വാദമുണ്ടോ? ഫയഖൂലു, ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, റബ്ബേ ഇല്ല, എനിക്ക് വാദമില്ല, ഞാൻ നിഷേധിക്കുന്നില്ല, മലക്കുകൾ എന്നോട് ഒരു നിലക്കും അക്രമവും അനീതിയും കാണിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, അഫലക ഉദുറുൻ ഹസന, എങ്കിൽ നിനക്ക് ഇതിനൊക്കെ വല്ല പ്രതിബന്ധവും ബോധിപ്പിക്കാനുണ്ടോ, പകരം വല്ല ഹസനത്തും പറയാനുണ്ടോ? ആ മനുഷ്യൻ ഇങ്ങനെ അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, റബ്ബേ പകരം എനിക്കൊന്നും പറയാനില്ല. ആ സമയത്ത് റബ്ബ്, ഉദാരനായ റബ്ബ് പറയും, ബലാ ഇന്നലക ഇൻദനാ ഹസന, അറിഞ്ഞുകൊള്ളുക, നിനക്ക് എന്റെ അടുക്കൽ വലിയ ഒരു നന്മയുണ്ട്. ഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം, ഇന്നത്തെ ദിവസം നിന്നോടൊരിക്കലും അനീതിയും കാണിക്കുകയില്ല. ഫയുഖ്രിജു ലഹു ബിതാഖ, അങ്ങനെ ഒരു ബിതാഖ, ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാഹു തആല പുറത്തെടുക്കും. ഫീഹാ, അതിലുണ്ട്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യനവന്റെ വിശ്വാസത്തിന്റെ അടിയുറപ്പോടുകൂടി ഷഹാദത്തിന്റെ തൗഹീദിന്റെ വചനം പറഞ്ഞ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച മുഅ്മിനാണ് ആ മനുഷ്യൻ. അത് അല്ലാഹു തആല പുറത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യനോട് പറയുന്നു, നോക്കിക്കോ, നിന്റെ എല്ലാ റിക്കാർഡുകളും ഒരു തൂക്കത്തിലും ഒരു ഭാഗത്തും ഇത് മറ്റൊരു ഭാഗത്തും വെച്ചുകൊണ്ട് തൂക്കുമ്പോൾ ഈ ഷഹാദത്തിന്റെ വിശ്വാസത്തിന്റെ കെലിമയുടേതായ പുണ്യം അതാണ് മുൻതൂക്കം നൽകുന്നത്. അല്ലാഹുവിന്റെ നാമത്തോടൊപ്പം വേറെ ഒന്നിനും വെയിറ്റില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാം. നമ്മൾ നിസ്സാരമായി കാണുന്ന ജീവിതത്തിൽ എത്ര തവണ നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു, എത്ര അവസരങ്ങൾ നമുക്കത് ചൊല്ലാനുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ അതുപോലെ പറയാനുണ്ട്, ഇഖാമത്തിൽ നമ്മളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ആദ്യത്തേതിലും അവസാനത്തെ അത്തഹിയാത്തിലും നമ്മളത് പറയുന്നുണ്ട്. ഉളൂവെടുത്ത് കഴിഞ്ഞാൽ ഇത് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധാരാളം അവസരങ്ങളിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ 100 തവണയെങ്കിലും ഒരു ദിവസം പറയാൻ, അതിലപ്പുറം പറഞ്ഞവർക്ക് ധാരാളം പ്രതിഫലം എന്നൊക്കെയുള്ള ഹദീസുകളിൽ കാണാം. ഇതിന്റെയൊക്കെ ഒരു വെയിറ്റ് അല്ലാഹുവിന്റെ അടുക്കൽ മീസാനിൽ ഇതിന്റെയൊക്കെ ഒരു തൂക്കം മറ്റെന്തിനേക്കാളും കവച്ചുവെക്കും, മുൻതൂക്കം കിട്ടുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സിക്റുകളുടെ ലോകത്തെ അവഗണിച്ചിട്ടുള്ള സഹോദരങ്ങളെ, സിക്റുകൾ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഇസ്ലാമിലില്ലാത്ത അനിസ്ലാമികമായ സിക്റുകൾ ചൊല്ലുന്നവരെ നമ്മൾ വിമർശിക്കാറുണ്ട്. അതേ അവസരത്തിൽ ഉള്ള ദിക്റുകളെ ചൊല്ലുകയും വേണം. ഇല്ലാത്ത ദിക്റുകളെയും സ്വലാത്തുകളെയും നിഷേധിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അടിസ്ഥാനമുള്ള ഉള്ള ദിക്റുകളെയും സ്വലാത്തുകളെയും ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൂടെയൊക്കെ വലിയ പ്രതിഫലമാണ് നമുക്ക് രേഖപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു കാര്യവും നിസ്സാരമായിട്ട് കാണരുത്. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. കാരണം അല്ലാഹു ദുൽ ഫളിൽ അളീം, അല്ലാഹുവിന്റെ ഔദാര്യം വമ്പിച്ച ഔദാര്യത്തിന്റെ ഉടമയാണ്. ആ ഔദാര്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് കിട്ടാൻ സൽക്കർമ്മങ്ങളെ അവഗണിക്കരുത്, ദുഷ്കർമ്മങ്ങളോട് അടുക്കരുത്. ആ നിലക്ക് ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഈ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഹജ്ജും ബലിപെരുന്നാളും എല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ ഹാജിമാരൊക്കെ അവരുടെ നാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന, പലരും അവരുടെ നാടുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, ഒട്ടേറെ പ്രയാസങ്ങളുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. അള്ളാഹുവേ, നീ എല്ലാവരെയും അറിയുന്നവനാണ്. അവരുടെ എല്ലാം രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണമേ നാഥ. അവരുടെയും ഞങ്ങളുടെയും എല്ലാം അന്ത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനമുച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് സന്തോഷത്തോടെ വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ഈ ലോകത്ത് നിന്ന് എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിലും ദുരന്തങ്ങളിലും നിന്റെ കാവലുണ്ടാകണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും പരലോകം നീ സൗഖ്യമാക്കി കൊടുക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات، اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.